തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ എത്ര തിരക്കുണ്ടായാലും നമുക്ക് വേണ്ടി ഒരു സമയം ഒഴിഞ്ഞു കിടക്കുമെന്ന്. പെട്ടെന്ന് ക്യാമറ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യേ. എവിടെയെങ്കിലും ചെല്ലേ. ഞാൻ നോക്കി കാണായിരുന്നു എന്റെ കുട്ടിയെ. ഏട്ടാ, സത്യത്തിൽ ഈ വരവിന്റെ ഉദ്ദേശം എന്റെ കൂടെ നിൽക്കാൻ തന്നെയാണോ അതോ എന്തെങ്കിലും ബിസിനസ് പർപ്പസിനാണോ? ബിസിനസ് പർപ്പസ് ഒന്നുമല്ല. ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായ അവധിയിലാണ്. പിന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഒത്തുകിട്ടാൻ വേണ്ടി കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ഈ വരവില് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. മാഡം, മാഡത്തിനെ കാണാൻ 2 പേര് വന്നിട്ടുണ്ട്. ആര്? മാഡത്തിന്റെ ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. ബന്ധുക്കളോ? ആരെന്ന് ഡീറ്റെയിൽ ചോദിച്ചില്ല. മാഡത്തിനോട് പറഞ്ഞാ മതി എന്നാ പറഞ്ഞ. ഇപ്പൊ വരാന്ന് പറ. ശരി മാഡം. ആരാന്ന് അറിയില്ല, ഒന്ന് കണ്ടിട്ട് വരാം. ശരി. ഈ ബന്ധുക്കളാണെന്ന് പറഞ്ഞു വരുന്നവരെ വലിയ വലിയ സംഭാവനകളൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ വന്ന് കേറാറുണ്ട്. നിങ്ങൾ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചിരിക്കേ. വരൂ പത്മ. Hey Ranjit. Why are you being silent? ഏയ് ഒന്നുമില്ല, എല്ലാരും പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ.
തമ്മിൽ ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളതാ. എനിക്കൊരാളോട് സംസാരിക്കാനും അടുക്കാനും ഒരുപാട് പരിചയത്തിന്റെ ആവശ്യമൊന്നുമില്ല. രഞ്ജിത്ത് നേരെ ഓപ്പോസിറ്റാ. ഒരാളെ ഇഷ്ടപ്പെട്ടാ മാത്രമേ കൂടുതൽ സംസാരിക്കൂ. എന്റെ അതേ ശീലമാ. വിജയേട്ടന് ഇല്ലാത്ത ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിക്കരുത. ഒരാവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതെ അതെ. ഞാൻ പറഞ്ഞു മാഡം സാറൊക്കെ ഇതാ വരുന്നുണ്ട്, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ശരി. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇവളോ? നീ എന്താ വന്ന്? പത്മേച്ചി എന്നെ ആട്ടി ഇറക്കരുത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പത്മേച്ചി കേൾക്കണം. നിനക്കോ ഇവനോ നിന്റെ ഭർത്താവിനോ ഇനി ഈ കുടുംബത്തിനോട് ഒന്നും സംസാരിക്കാനില്ല. ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ ഗംഗയെ നീ ഇപ്പൊ വന്നിരിക്കുന്നത്? സുദർശന്റെ ബന്ധുവാണെന്ന ആ ബലത്തിലാണെങ്കിൽ അത് വേണ്ട. ആ ബന്ധം ഞങ്ങൾ എന്നെ മുറിച്ചതാ. അറിയാം, നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം സുദർശനെ കാണാൻ ഞാൻ ജയിലിൽ പോയിരുന്നു. എന്നോട് കരഞ്ഞോണ്ടാ സംസാരിച്ചത്. തെറ്റ് ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ട്. ഓ, വയ്യെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായല്ലോ. ഒരു പാവപ്പെട്ടവനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമ്പോ മനസ്സിൽ ഒരു കുറ്റബോധവും തോന്നിയില്ല. ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ? അവരുടെ വേദന എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്?